ഞാന് നമ്മളെ പള്ളിയിൽ ഇടക്കിടക്ക് നിസ്കരിക്കുന്ന സമയത്ത് അവിടെ ഒരു കാലില്ലാത്ത മനുഷ്യൻ വന്നിട്ട് നിസ്കരിക്കലുണ്ട്. ഒറ്റ കാലിൽ നിന്നിട്ട് അദ്ദേഹം നിസ്കരിക്കാൻ പാടുപെടുന്നത് ഞാനങ്ങനെ കാണാറുണ്ട്. അദ്ദേഹത്തിനോടൊരു ദിവസം ഞാൻ ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. ജീവിതത്തിലെ സമാധാനം എന്താണെന്ന് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയത് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോഴാണെന്നുള്ളത്. കാലില്ലെങ്കിലും കൈയില്ലെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും ജീവിതത്തിലെ സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിസ്കാരം വേണം. ഞാനും നീയൊക്കെ എന്ത് എക്സ്ക്യൂസ് പടച്ചവനോട് പറയാം. നിസ്കാരമുള്ള സമാധാനം പറയുന്നത് മനസ്സിലാക്കി ഒരു 5-6 ദിവസം നീ ഒന്ന് നിസ്കരിച്ച് നോക്ക്. ജീവിതത്തിൽ സമാധാനം എന്താന്നുള്ളത്, പീസ്ഫുൾ എന്താന്നുള്ളത് നീ തിരിച്ചറിയും. ജീവിതത്തിൽ പൊട്ടി പാളീസായി ഇനി മുന്നോട്ട് ഒരിക്കലും റീകവർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പൊളിഞ്ഞ് പണ്ടാരടങ്ങി ബിസിനസ് ഒക്കെ പോയി, ഫാമിലി ഒക്കെ പോയി, മൊത്തത്തിൽ നശിച്ച് ഇനി മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാറുണ്ട്. അതെന്താ അറിയോ? ഇനി എന്ത് വന്നാലും ഫേസ് ചെയ്യാന്നുള്ളൊരു മോട്ടിവേഷൻ അത് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, മുമ്പിൽ വരുന്ന ആരിനി വലിയ മല വന്നു കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കും പോട്ടെ പുല്ല് എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഫേസ് ചെയ്യും. കാരണം ജീവിതത്തിൽ പൊട്ടിപ്പാളിസാണെങ്കിൽ മാത്രമേ കര കയറാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്തും എനിക്ക് പടച്ചോൻ കൊടുക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല മേഖലയാണെന്നുണ്ടെങ്കിലും ചീത്ത മേഖലയാണെന്നുണ്ടെങ്കിലും നീ കൈ കുത്താനുള്ള എല്ലാ മേഖലയിലും നീ തൊട്ടിട്ട് നീ ഒന്ന് പൊളിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. എന്നിട്ട് നീ പണിയണം. പണിഞ്ഞ് ഈ പൊളിഞ്ഞപ്പോൾ ആരൊക്കെ നിന്റെ കൂടെ ഉണ്ടായിട്ടില്ല അവരൊക്കെ മുമ്പിൽ നീ കാണിച്ചു കൊടുക്കണം. ആരൊക്കെ നിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ മാറോട് ചേർത്ത് പിടിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്ന് പൊളിയാൻ നോക്ക്. പൊളിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മോട്ടീവായിട്ട് തിരിച്ചു വരും. പേടിക്കൊന്നും വേണ്ട. ദുനിയാവ് പരന്ന് കിടക്കാണ്. എന്തായാലും ഒരാളൊന്നും തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല. ഫേസ് ചെയ്യാ, വരുന്നത് വെച്ച് കാണാം. ഒരുപാട് പേര് മെസ്സേജ് അയച്ചാണ്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് റീകവർ ആയത്, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരുമെന്നുള്ളതൊക്കെ. എന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാണ്. അള്ളാനെക്കാട്ടി വലിയൊരു മോട്ടിവേഷൻ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റും. നീ പൊട്ടിപ്പാളിസായി, നീ പണ്ടാരടങ്ങി, നീ ജീവിതത്തിൽ മുന്നോട്ടൊരു വഴിയും ഇല്ല എന്ന് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ദുനിയാവുള്ള ഒരാളോട് എൻ്റെ വിഷമങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരാൾ മനസ്സിലാക്കാൻ പോകുന്നില്ല. പടച്ചോ മനസ്സിലാക്കും കേട്ടോ. എന്നിട്ട് പടച്ചവനോട് പറയാം, പടച്ചോൻ അങ്ങനെ ഇടങ്ങാറായിട്ട് കുത്തിരിക്കുകയാണെന്നുള്ളത്. പടച്ചോ ഫസ്റ്റ് എന്നെ പഠിപ്പിക്കുന്ന പാടെന്താണെന്നറിയോ? സബൂറാണ്. കാരണം ചോദിച്ചാലൊന്നും പടച്ചോ റിസൾട്ട് തരില്ല. വീണ്ടും ചോദിച്ചോണ്ടിരിക്കാം, ഒന്നും കൂടി ചോദിക്കുക. അല്ലാ എട്ടങ്ങേറായിട്ട് ഇനി കുത്തിരിക്കുകയാണ്, ഇനി എന്റെ കൈവന്ന് പിടുത്തം വിട്ട് പോട്ടോ എന്ന് വിചാരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് പടച്ചൊരു വഴി കാണിച്ചു. ആ വഴിക്ക് വേണ്ടിയിട്ട് ഈ കാത്തിരിക്കണം. കാരണം നമ്മളെ വിഷമങ്ങളൊന്നും മനുഷ്യന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. നമ്മളിങ്ങനെ പൊട്ടി പാളിസായിട്ട് കുത്തിരിക്കുമ്പോൾ നമ്മളെ ഇടങ്ങാറാക്കാൻ അല്ലെങ്കിൽ നമ്മളെ തള്ളി പറയാൻ ഒരുപാട് പേര് കാണും. അന്നേരം എൻ്റെ പടച്ചോൻ തന്നെ കൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലിയ മോട്ടിവേഷൻ പടച്ചവനാണ്. ഭയങ്കര സംഭവമാണ്. ഞാന് നമ്മളെ പള്ളിയിൽ ഇടക്കിടക്ക് നിസ്കരിക്കുന്ന സമയത്ത് അവിടെ ഒരു കാലില്ലാത്ത മനുഷ്യൻ വന്നിട്ട് നിസ്കരിക്കലുണ്ട്. ഒറ്റ കാലിൽ നിന്നിട്ട് അദ്ദേഹം നിസ്കരിക്കാൻ പാടുപെടുന്നത് ഞാനങ്ങനെ കാണാറുണ്ട്. അദ്ദേഹത്തിനോടൊരു ദിവസം ഞാൻ ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. ജീവിതത്തിലെ സമാധാനം എന്താണെന്ന് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയത് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോഴാണെന്നുള്ളത്.